ഇന്റർനാഷണൽ ഊമ്പിയ പടം എങ്ങനെയെങ്കിലും ഉള്ള അതിനുശേഷം എന്തോന്ന് അപരാധം എടുത്ത് വെച്ചേക്കണം. കാണണം കേട്ടോ, എല്ലാവരും കാണണം. ഒപ്പോ എന്റെ പൊന്നെ അപരാധം സൈഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഉറങ്ങുമായിരുന്നു. പുഷ്പയെ തുടങ്ങിയിട്ട് ചന്ദനമഴയിൽ അങ്ങോട്ട് അവസാനിപ്പിച്ച സിനിമ. മാങ്ക ചില്ലിക്കല്ലേ നാരങ്ങ പിഴിയാൻ വേണ്ടി വെച്ചേക്കണം. സുമേഷ് നേരത്തെ ലൈവിലുണ്ടായിരുന്നു. ഇനി പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ സുമേഷിനെ കൊണ്ടുവരും. ഇന്റർനാഷണൽ ഊമ്പിയ പടം കാണാൻ എല്ലാവരും മൂഞ്ചിയ പടം. ചിരിക്കണോ പയ്യന്മാറ്റം ചിരിക്കണമെങ്കിൽ കരുതി ഫുൾ നെഗറ്റീവ്. എന്ത് പറയണമെന്ന് അറിയണ്ട. വരുന്നു പോകുന്നു അടിക്കുന്നു റിപ്പീറ്റ്. അത് തന്നെ പൊന്നാണ് അടപടല മൂഞ്ചി. എന്തൊരു പടമാണ് സത്യം. എന്ത് പറ്റിയതല്ല, ഒന്നുമില്ല അതില്. ഇന്റർവെല്ലിൽ എങ്ങനെയെങ്കിലും ഉള്ള അതിനുശേഷം എന്തോന്ന് അപരാധം എടുത്ത് വെച്ചേക്കണം. ഉള്ളിലടാ ഒരു വകയ്ക്കും ഉള്ളില്ല. ഫസ്റ്റിന്റെ പകുതിക്ക് പോലും ഇല്ല. അപ്പോൾ ഇന്റർവെല്ലിൽ അല്പമെങ്കിലും കൊള്ളായിരുന്നു. ഇന്റർവെല്ലേഷൻ ഇത് കുടുംബ പടം എടുത്ത് വെച്ചേക്കണം. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവെല്ലേഷൻ ഫുള്ള് മതം. ഒരു കാശിന് കൊള്ളില്ല. കാണണം കേട്ടോ, എല്ലാവരും കാണണം. ഒപ്പോ എന്റെ പൊന്നെ അപരാധം. ഫാസ്റ്റ് ഫാസ്റ്റിലൊക്കെ വേറെ വല്ല ഫാസ്റ്റ് ഫാസ്റ്റിൽ വെറുതെ അല്ല ഇതിന്റെയൊക്കെ പ്രൊമോഷന് പോകാത്തത്. എന്റെ പൊന്നെ പടം നിങ്ങൾ കാണാം. ഒരു സാരി എടുത്തുകൊണ്ടൊക്കെ ഉള്ള ഫൈറ്റ്. അല്ലു അർജുൻ ആ ഒരു പ്രതീക്ഷയിൽ വന്ന പടം രാവിലെ ഉറക്കമൊഴിച്ച് വന്ന് കയറിയിട്ട് ഇതുപോലത്തെ ഒരു മൂഞ്ചിയ പടമായി പോയാലും സത്യം. കങ്കുവയ്ക്ക് ഒരു എതിരാളിയായിരിക്കും ഇത് സത്യം. കങ്കുവ സത്യം പറഞ്ഞാൽ ഇതിന് മുകളിലാണെന്ന് തോന്നുന്നു ഈ പടം കണ്ടിട്ട്. പ്രതീക്ഷ കൊണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്കറിയുണ്ട്. എനിക്ക് സത്യം നിങ്ങളൊന്ന് കയറി കണ്ടു. ആരെങ്കിലും നിങ്ങൾ കണ്ടോ പടം കണ്ടായിരുന്ന? കാണണം. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. സൈഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഉറങ്ങുമായിരുന്നു. പിന്നെ കുറെ ക്രിഞ്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. നല്ല ബോറായിട്ടുള്ള ഡയലോഗ്സ്. വെരി ഗുഡ്. പക്ഷെ പുള്ളിക്കാരന്റെ എക്സിറ്റ് കുറച്ച് നനഞ്ഞു പോയ എക്സിറ്റ്. താങ്ക് യു. കൊള്ളത്തില്ല. സീരിയൽ പോലെ കഥ എങ്ങോട്ടൊക്കെയാ പോവുക. സ്റ്റോറിക്കകത്ത് അവസാനം പതിനങ്ങ് ഒരു ക്ലൈമാക്സിൽ ഒന്നുമില്ല. പതിനങ്ങ് സീരിയലോടെ 3 മണിക്കൂറിൽ 1 മണിക്കൂർ രശ്മികയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഓക്കെ കണ്ടിരുന്നു. സെക്കൻഡ് ഹാഫ് കൊള്ളായിരിക്കും നേരത്തപ്പം ഒരുമാതിരി സീരിയലൊക്കെ ആക്കിപ്പോയി. ഒരു വക കൊള്ളത്തില്ല. എന്തൊക്കെയോ ഒരു കഥ എഴുതണമെന്ന് പറഞ്ഞ് തട്ടിക്കൂട്ടി എഴുതി വെച്ച വേണ്ട. ഒരു ആവശ്യമില്ല വന്ന് കാണാൻ കൊള്ളത്തില്ല. അല്ലു അർജുൻ ഒരുമാതിരി സ്പൂഫാണ് കാക്കിപ്പോയി. കൊള്ളത്തില്ല. അത്രേ പറയുള്ളൂ, വേറെ ഒന്നുമില്ല. കോമഡിയായിരുന്നു. തുടക്കത്തൊട്ട് അവസാനം ഒരു കോമഡിയാ. അല്ലാതെ അല്ലു അർജുൻ ഒരുമാതിരി സ്പൈഡർമാൻ ആക്കി കളഞ്ഞു. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതും ഒരു ഫൈറ്റ് സീനുണ്ട്. അതൊക്കെ കാണാൻ ചിരിച്ചു. മോശം. ഒരു വഴിക്ക് കൊള്ളത്തില്ല. അഭിനയം കൊള്ളാം. പക്ഷെ ഫാത് ഫാസലിനെ ഒരുമാതിരി വല്ലാണ്ടായി കളഞ്ഞു. അതെ, കളിയാക്കി വിട്ടു. അങ്ങനെ പറയാം. ആ കൂടി ഫാത് ഫാസിനെ മാത്രം കണ്ടിരിക്കാം. ബാക്കിയെല്ലാം ഒരുമാതിരി സീരിയൽ വൈബാക്കി. രശ്മികയൊക്കെ കണ്ണീരൊക്കെ ഒലിച്ച് സീരിയലാട്ടോ. സീരിയലാ. ചന്ദനമഴയായി കളഞ്ഞു. പുഷ്പയെ തുടങ്ങിയിട്ട് ചന്ദനമഴയിൽ അങ്ങോട്ട് അവസാനിപ്പിച്ച സിനിമ. സീരിയല് അവസാനമൊക്കെ സീരിയല്. കഥയൊക്കെ വിട്ടുപോയി. അവസാനം അൺസഹിക്കബിൾ. സഹിക്കാനേ പറ്റൂല. ഒരിടത്ത് തുടങ്ങി വേറെ എവിടെയോ പോയി തീർന്നു. ക്ലൈമാക്സ് ഒക്കെ ഒരു കണക്ഷൻ ഇല്ലാതെ ക്ലൈമാക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പടം എനിക്ക് എന്തിനാ എടുത്തെന്ന് പോലെ അറിഞ്ഞു. 1 അങ്ങ് നിർത്തായിരുന്നു. ഇൻട്രോയും അവസാനം നമ്മൾ യാതൊരു ബന്ധവും ഇല്ല. ഒരു ആവശ്യമില്ല. ഇതിൽ നിർത്തില്ലെങ്കിൽ സമാധാനമായിരുന്നു. ഇത് ടേർ കോളേജ് ഉണ്ട്, എന്നിട്ട് ഫാൻസോ എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പിൽ വന്നയാ. എന്തിനാന്ന് അറിഞ്ഞൂടാ. വെറുതെ ഉറക്കം കളഞ്ഞ്. കൊള്ളത്തില്ല. ഒരു ആവശ്യമില്ല. കാണേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയും. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. മൂവി കൊള്ളാം. ഫസ്റ്റ് ക്ലാസ് മൂവിയാണ്. നല്ലൊരു എന്താ പറയാ, എല്ലാം കണ്ടൊരു മിക്സർ കണ്ടൊരു ഫീൽ ഉണ്ട്. നല്ലൊരു മാസ് മസാല മൂവി. രണ്ടുപേരും ഫഹദ് ഫാസിൽ അല്ലു അർജുൻ എല്ലാം സൂപ്പറായിരുന്നു. റപ്പ മൂവി ഫുൾ കൊള്ളാം. പക്ഷെ ഇമോഷണൽ കണക്ട് അധികമായിട്ട് വേണ്ടായിരുന്നു. സെക്കൻഡ് കൊള്ളത്തില്ല. പോരാ, അത്രയും പോരാ. ഫസ്റ്റിന്റെ അത്രയും പോരാ. കൊള്ളത്തില്ല. പാർട്ട് വെച്ച് നോക്കുമ്പോൾ ഒട്ടും കൊള്ളത്തില്ല. എക്സ്പെക്ടേഷൻ്റെ അത്ര പോരാ. നല്ല ലാഗാ, വെറും ലാഗാ. കുഴപ്പമില്ല, ബിലോ ആവറേജ് ആണ്. പിന്നെ കടിച്ച് തിന്നണത് കാണാൻ പറ്റി. ഇതൊക്കെ തന്നെയാണ്. സാരി എടുത്ത സൂപ്പർ മാസ്, മാരകം, കിടിലം, ഒന്നും പറയാനില്ല. ഉറക്കം പോയത് മാത്രം മിച്ച സത്യം. ആ ഫൈറ്റിംഗ് ഒക്കെ വൻ മോശമായി പോയി. അവിടെ വെച്ചാൽ കയ്യും കാലും കെട്ടിയിട്ട് കടിച്ചൊക്കെയാണ് തിന്നണത്. അത്ര പറയാവുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഉള്ളൂല്ലേ, എനിക്കിഷ്ടപ്പെട്ടില്ല പടം. രശ്മികയൊക്കെ ഭയങ്കര ഓവർ ആക്ടിങ്ങും പിന്നെ പടത്തിന്റെ ട്രാക്കൊക്കെ പാതി വെച്ച് മാറ്റി ഒരുമാതിരി സീരിയൽ പോലെ ഒക്കെ ഉണ്ടാക്കി കളഞ്ഞു. പടം കൊള്ളത്തില്ല. അടിപൊളി സിനിമ. നല്ല നാഷണൽ അവാർഡ് അടുത്ത് അല്ലു അർജുന് കിട്ടും. നല്ല അഭിനയമുണ്ട്. ഡാൻസ് ഒക്കെ അടിപൊളിയാണ്. 1 പാർട്ടിനെക്കാളും 2 പാർട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി 3 വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ഇന്റർനാഷണൽ വൈൽഡ് ഫയർ ആണ്.
അടിപൊളി ഫയർ കൊള്ളത്തില്ല ബ്രോ, കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുഷ്പ 1ന്റെ വിലയും കൂടെ കളഞ്ഞു. അടിപൊളി ഫാൻസ് പടം സാധനം, നല്ലതാണ്. ഫാൻസിന് വേണ്ടിയുള്ള പടം. കുഴപ്പമില്ലായിരുന്നു, എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലായിരുന്നു. പുഷ്പ മോശമെന്നേ പറയാൻ പറ്റുള്ളൂ, എന്നാലും ആവറേജ് മൂവി. അല്ലു അർജുൻ എന്നുള്ള ഒരു നല്ലൊരു നടൻ, ഏറ്റവും ലാസ്റ്റൊക്കെ ഒരു കുറച്ച് കോമഡി ആയിപ്പോയി, സെൻറ്റിമെൻറ്റ്സൊക്കെ. പിന്നെ ഫഹത്തുള്ളത് കൊണ്ട് അത്യാവശ്യം ഒരു വിധം പിടിച്ചു നിന്ന് പോയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്രയും നല്ലൊരു നടന് ഫാൻസ് വളരെ കുറവായി പോയതിൽ ഒരു വിഷമമുണ്ട്. കാര്യം ബാക്കി വിജയ് സൂര്യയുടെ കങ്കുവൊക്കെ തന്നെ ഭയങ്കര ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അല്ലു അർജുന് ഇപ്പം ഫാൻസായിട്ട് കുറച്ച് ആൾക്കാർ പോലും കാണുന്നില്ല എന്നാണ്. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ഞാനൊരു കലാകാരൻ എന്ന നിലയ്ക്ക് ഞാൻ കലയെ സ്നേഹിക്കുന്ന ആളായതുകൊണ്ടാണ് എനിക്ക് ഈ വേഷം കിട്ടണമെങ്കിൽ ഒരു നാണക്കെടുവില്ല, ഞാൻ അത് ചെയ്തേ വരുള്ളൂ. എൻ്റെ ഭാര്യ തന്നെയാണ് എനിക്ക് മേക്കപ്പ് എല്ലാം ചെയ്തു തന്നത്, സാരി കൊടുത്തു തന്നതും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഭാര്യ തന്നെയാണ്. പിന്നെ കോസ്റ്റ്യൂമൊക്കെ വാങ്ങാനായിട്ട് ദൃശ്യ എന്ന് പറയുന്ന ആ കുട്ടിയെ എനിക്ക് ഫണ്ടായിട്ട് സഹായിച്ചിട്ടുണ്ട്. നല്ല സപ്പോർട്ടാണ്. ഇത് ഡ്രസ്സ് കോസ്റ്റ്യൂമെല്ലാം സെലക്ട് ചെയ്ത് തന്നത് നിത്യ കുറുപ്പ് എന്ന് പറയുന്ന ഒരു ടീച്ചറാണ്. അവരാണ് എനിക്ക് കോസ്റ്റ്യൂമെല്ലാം സെലക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നത്. പിന്നെ ചെയ്യാനുള്ള ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് ഞാനങ്ങ് ചെയ്തു, അത്ര തന്നെ. മാംഗോ ചില്ലിക്കല്ലേ നാരങ്ങ പിഴിയാൻ വേണ്ടി വെച്ചേക്കണം. സുമേഷ് നേരത്തെ ലൈവിലുണ്ടായിരുന്നു. ഇനി പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ സുമേഷിനെ കൊണ്ടുവരും. അടുത്ത സിനിമയ്ക്ക് സുമേഷിനെ കൊണ്ടുവരും. ബാറോസിന് ചില മുട്ടയടിക്കാൻ ചാൻസ് കൂടുതലാണ് ബ്രോ.